എല്ലാവർക്കും പ്രോമാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ജെൻ ബ്രസയിൽ വന്നിട്ടുള്ള ഈ നോർമൽ ഹെഡ്ലൈറ്റ്സുകൾ മാറിയിട്ട് സെക്കൻഡ് ജെൻ ബ്രസയിൽ വന്നിട്ടുള്ള ഡ്യുവൽ പ്രൊജക്ടറോട് കൂടിയ ബ്രാൻഡ് ന്യൂ 2 ഹെഡ്ലൈറ്റും അതിൻ്റെ LED ഫോഗ് ലാമ്പും ചേഞ്ച് ചെയ്യുകയാണ് മെയിനായിട്ടുള്ള വർക്ക്. ഈ വണ്ടി വന്നിട്ടുള്ളത് തമിഴ്നാട് മാർത്താണ്ഡത്തു നിന്നാണ് നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്ന പോലെ ബമ്പറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത ശേഷം നമ്മളത് ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ വയറിങ്ങിലേക്കാണ് കിടക്കുന്നത്. എൻ്റെ റൈറ്റ് ഹാൻഡിലുള്ളത് കമ്പനി ഹാർനസും ലെഫ്റ്റ് ഹാൻഡിലുള്ളത് നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുള്ള വയറിങ്ങാണ്. അത് കപ്ലർ ടു കപ്ലർ സോക്കറ്റാണ് ചെയ്യുന്നത്. ഈ വരുന്ന സോക്കറ്റാണ് നമ്മൾ ഹെഡ്ലൈറ്റേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ 2 ബോഡി എർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇതിൻ്റെ വയറിങ് കാര്യങ്ങളിലേക്ക് കിടക്കുക. ഈ കാണുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സോക്കറ്റാണ് നമ്മുടെ ഹെഡ്ലൈറ്റിലേക്ക് വരുന്നത്. ഈ കാണുന്ന രീതിയിൽ യാതൊരുവിധ വയർ കട്ട്സോ ലൂപ്പിങ്ങോ കൂടാതെയാണ് നമ്മൾ ആ ഹെഡ്ലൈറ്റുകൾ കണക്ഷൻ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ലെവലർ കണക്ഷനാണ്. അത് കപ്ലർ ടു കപ്ലർ തന്നെയാണ്. കപ്ലറുകളൊന്നും റിമൂവ് ചെയ്യുന്നില്ല. അത് നമ്മളുടെ ഹെഡ്ലൈറ്റിൻ്റെ കപ്ലറാണ് ഈ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബിൽറ്റ് ഇൻ LED യൂണിറ്റ് വരുന്ന പുതിയ ബ്രെസ, സിയാസ്, അതുപോലെ തന്നെ നമ്മുടെ ബെലേനോ അങ്ങനെയുള്ള വണ്ടികളിലെല്ലാം വരുന്ന ബിൽറ്റ് ഇൻ LED യൂണിറ്റ് ആയിട്ടുള്ള ഫോഗ് ലാമ്പാണ്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഫോഗ് ലാമ്പ് ആയാലും ഹെഡ്ലൈറ്റ് എല്ലാം മാരുതി ജെനുവിൻ തന്നെയാണ്. ബ്രാൻഡ് ന്യൂ സാധനങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രൊട്ടക്റ്റീവ് ഫിലിം റിമൂവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റുകളുടെ മെഷർമെൻറ്റിലോ കാര്യങ്ങളിലോ യാതൊരുവിധ വ്യത്യാസങ്ങളും വരുന്നില്ല. അതിലെ ഡിസൈനിലും അതിൻ്റെ വിസിബിലിറ്റിയിലുമാണ് നല്ലൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള സിംഗിൾ പ്രൊജക്ടറും അതിൻ്റെ അതൊരു ഹാലജൻ ബൾബുമാണ് വന്നിട്ടുള്ള ഹെഡ്ലൈറ്റ്. ഇപ്പോൾ ഉള്ള ഹെഡ്ലൈറ്റുകൾ ഈ പറയുന്ന ഡബിൾ പ്രൊജക്ടർ വിത്ത് DRL, ആ DRL തന്നെ ഈ കാണുന്ന രീതിയിൽ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ LED ഫോഗ് ലാമ്പ് നമ്മളതിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു രീതിയിലുള്ള വാറണ്ടി അവോയ്ഡിങ് നമ്മൾ ചെയ്തിട്ടില്ല. ഈ പറയുന്ന എല്ലാം തന്നെ കപ്ലർ ടു കപ്ലർ കണക്ഷൻസ് ആണ്. വണ്ടിയുടെ കമ്പനി ഹാർനസിൽ നിന്ന് നമ്മളെല്ലാം കപ്ലർ ടു കപ്ലർ കണക്ഷനാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലാണ് ടെയിൽ ലാമ്പിൻ്റെ ഇൻഡിക്കേറ്റർ വന്നിട്ട് മെട്രിക്സ് ടൈപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബമ്പറിൽ വന്നിട്ട് ബാക്ക് ബമ്പർ റിഫ്ലക്ടറും നമ്മൾ അതിൻ്റെ താടി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ സ്കാനിങ് ഫംഗ്ഷൻ ഉള്ളതാണ് നമ്മുടെ ടെയിൽ ലാമ്പിൽ വരുന്നത്. ഇതിപ്പം പാർക്ക് ഓൺ ആക്കാൻ നേരത്ത് ഈ രീതിയിലാണ് സ്കാനിങ് ഫംഗ്ഷൻ വരിക. അതിനുശേഷം ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് അതിൻ്റേതായ ഒരു ബ്രൈറ്റ്നസ് അതിൽ വരികയും ചെയ്യും. പിന്നീടൊരു മെട്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ അതിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന രീതിയിൽ ഒരു RBL അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു സ്കാനിങ് ഫംഗ്ഷനായിട്ട് വരിക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.